നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പാർവതി പരമേശ്വരന്മാരുടെ പുത്രനായ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് ഷഷ്ഠി ദിനം. ഇതിൽ സ്കന്ദ ഷഷ്ഠി എന്നറിയപ്പെടുന്ന തുലാമാസത്തിലെ ഷഷ്ഠി അതിവിശിഷ്ടവുമാണ്. അന്നേ ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നതും സുബ്രഹ്മണ്യ പ്രാർത്ഥനകൾ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഉദ്ദിഷ്ട ഫലദായകമാണ്. കുമാര സൂക്ത, പുഷ്പാഞ്ജലി, നാരങ്ങമാല എന്നിവ വഴിപാടായി സമർപ്പിക്കാവുന്നതുമാണ്. ഇത്തവണ സ്കന്ദഷഷ്ഠി ഭഗവാന് ഏറെ പ്രാധാന്യമുള്ളതാണ്. സുബ്രഹ്മണ്യ മന്ത്രങ്ങൾ 21 പ്രാവശ്യം ജപിക്കുന്നതാണ് ശ്രേഷ്ഠം. സുബ്രഹ്മണ്യ സ്വാമിയുടെ മൂലമന്ത്രമായ ഓം വജ്ജൽഭുവേ നമ, സുബ്രഹ്മണ്യരായമായ ഓം ശരവണഭവ എന്നിവ സ്കന്ദ ഷഷ്ഠി ദിനത്തിൽ 108 തവണ ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠവുമാണ്. സൂര്യോദയത്തിന് മുന്നേ കുളി കഴിഞ്ഞ് വിളക്ക് തെളിയിച്ച് ഗണപതിയെയും പ്രത്യക്ഷ ദൈവമായ സൂര്യഭഗവാനെയും വന്ദിച്ച ശേഷം സുബ്രഹ്മണ്യ ഗായത്രി ജപിക്കാവുന്നതാണ്. സുബ്രഹ്മണ്യ ഗായത്രി ഭക്തിയോടെ ജപിച്ചാൽ ചൊവ്വയുടെ ദോഷഫലങ്ങൾ നീങ്ങുകയും സന്താനങ്ങൾക്ക് ഉയർച്ചയും ഉണ്ടാവുമെന്നാണ് വിശ്വാസം. സുബ്രഹ്മണ്യ ഗായത്രി. സനൽകുമാരായ വിദ്മഹേ ഷഡാനനായ ധീമഹി തന്നോ സ്കന്ദ പ്രചോദയാത്. സ്കന്ദ ഷഷ്ഠി ദിനത്തിൽ ഭഗവാനെ മനസ്സിൽ വന്ദിച്ചുകൊണ്ട് ധ്യാന ശ്ലോകം ജപിക്കുന്നത് ഉത്തമമാണ്. ശ്ലോകത്തിന്റെ അർത്ഥം മനസ്സിലാക്കി ജപിക്കുമ്പോൾ ഭഗവത് രൂപം മനസ്സിൽ കണ്ടുകൊണ്ടാവണം ധ്യാന ശ്ലോകം ജപിക്കുവാൻ. സ്ഫുരൻ മകുടപത്ര കുണ്ടല വിഭൂഷിതം ചെമ്പകസ്രാജാകലിത ഗന്ധരം കരയുഖീനെ ശക്തിം പവിം ദധാനമധവ കടികലിത വാമഹസ്തേഷ്ടതം കുഹം ഗുസ്രണാവാസുരം സമരതു പീതവാസോവസം. അർത്ഥം: തിളങ്ങുന്ന കിരീടം, പത്രകുണ്ടലം എന്നിവയിൽ വിഭൂഷിതനും ചെമ്പകമാലയാൽ അലങ്കരിക്കപ്പെട്ട കഴുത്തോടു കൂടിയവനും ഇരു കൈകളിൽ വേലും വജ്രവും ധരിക്കുന്നവനും കുങ്കുമവർണ്ണ ശോഭയുള്ളവനും മഞ്ഞ പട്ടൊടുത്തവനുമായ സുബ്രഹ്മണ്യ സ്വാമിയെ ധ്യാനിക്കുന്നു. കുടുംബ ഐക്യത്തിനും ഐശ്വര്യത്തിനുമായി ജപിക്കേണ്ട മുരുകമന്ത്രമാണ് ഓം വല്ലി ദേവയാനി സമേത ദേവസേനാപതിം കുമാര ഗുരുവരായ സ്വാഹ. രോഗദുരിതശാന്തിക്കായി ജപിക്കേണ്ട മുരുകമന്ത്രമാണ് ഓം അഗ്നികുമാര സംഭവായ അമൃതമയൂരവാഹനാരൂഢായ ശരവണ സംഭവ വല്ലീശ സുബ്രഹ്മണ്യായ നമ. സുബ്രഹ്മണ്യ സ്തുതി. ഷഡാനനം ചന്ദനലേപിതാംഗം മഹാത്ഭുതം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സുനും സുരലോകനാഥം ബ്രഹ്മണ്യദേവം ശരണം പ്രപദ്യേ. ആശ്ചര്യവീരം സുകുമാരരൂപം തേജസ്വിനിം ദേവഗണാഭിവന്ദ്യം ഏണാംഗഗൗരി തനയം കുമാരം സ്കന്ദം വിശാഖം സതതം നമാമി. സ്കന്ദായ കാർത്തികേയായ പാർവതീനന്ദനായ ച മഹാദേവ കുമാരായ സുബ്രഹ്മണ്യായ തേ നമ. സുബ്രഹ്മണ്യ ഭഗവാനെ നന്നായിട്ട് മനസ്സിൽ വിചാരിച്ചിട്ട് വേണം ഈ മന്ത്രങ്ങളെല്ലാം ചൊല്ലാനായിട്ട്. വളരെയധികം ഭക്തിയോടെ ഭഗവാനെ നന്നായിട്ട് മനസ്സിൽ വിചാരിച്ച് മന്ത്രങ്ങൾ ചൊല്ലുക. എല്ലാവർക്കും എല്ലാവരുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും എല്ലാം മാറുന്നതായിരിക്കും. ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന പോലെ ചൊല്ലുക, പ്രാർത്ഥിക്കാൻ പറ്റുന്ന പോലെ പ്രാർത്ഥിക്കുക. എല്ലാവിധ അനുഗ്രഹവും ഭഗവാന്റെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഭഗവാനെ വിളിക്കുന്നതും ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുന്നതും വളരെ ശ്രേഷ്ഠമാണ്. മനസ്സിനും ശരീരത്തിനും അത് സമാധാനവും സന്തോഷവും തരുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.